മന്നം ജയന്തി ആഘോഷങ്ങളുടെ ഭാഗമായി പെരുന്നയിലെ NSS ആസ്ഥാനത്ത് ചേരുന്ന പൊതുസമ്മേളനം രമേശ് ചെന്നിത്തല അല്പസമയത്തിനകം ഉദ്ഘാടനം ചെയ്യും. രമേശ് ചെന്നിത്തല പെരുന്നയിലെ NSS ആസ്ഥാനത്ത് എത്തി. മന്നം സമാധിയിൽ പുഷ്പാർച്ചനയും നടത്തും. 11 വർഷത്തിനു ശേഷം ചെന്നിത്തല പെരുന്നയിൽ എത്തുന്ന ചടങ്ങിൽ മന്ത്രിമാർക്കും കോൺഗ്രസിലെയും BJPയിലെയും നേതാക്കന്മാർക്കും ക്ഷണമില്ല എന്നതും ശ്രദ്ധേയമാണ്. 11 വർഷത്തെ പിണക്കം മറന്നാണ് ചെന്നിത്തല വീണ്ടും പെരുന്നയിലെ NSS ആസ്ഥാനത്ത് എത്തുന്നത്. താക്കോൽ സ്ഥാന വിവാദവുമായി ബന്ധപ്പെട്ടായിരുന്നു ചെന്നിത്തലയും സുകുമാരൻ നായരും തമ്മിൽ പിണക്കമുണ്ടായിരുന്നത്. അതിനുശേഷം 11 വർഷത്തിനു ശേഷം വീണ്ടും ചെന്നിത്തല പെരുന്നയിൽ എത്തിയിരിക്കുകയാണ്. അതിന്റെ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. ജോസി ബാബു വിവരങ്ങൾ പങ്കുവയ്ക്കാൻ ചേരുന്നുണ്ട്. ജോസി, 11 വർഷത്തെ ആ പിണക്കം മറന്നാണ് ചെന്നിത്തല വീണ്ടും NSS ആസ്ഥാനത്ത് എത്തിയിരിക്കുന്നത്. അപ്പോൾ അതിന് വലിയ രാഷ്ട്രീയ പ്രാധാന്യമുണ്ട്. മറ്റെല്ലാവരെയും ഒഴിവാക്കി ചെന്നിത്തല മാത്രം എന്ന രീതിയിൽ ആഘോഷങ്ങളിലേക്ക് പോവുകയാണ് മന്നം ജയന്തിയിൽ. ഇന്നിപ്പോൾ അവിടെ NSS പറയുന്ന കാര്യങ്ങൾക്കും പ്രാധാന്യമുണ്ട്. അതോടൊപ്പം തന്നെ ചെന്നിത്തല എന്തൊക്കെ കാര്യങ്ങൾ പറയും എന്നതും വളരെ പ്രതീക്ഷയോടെയാകുമല്ലോ കാതോർക്കുക. പെരുന്നയിലെ NSS ആസ്ഥാനത്ത് മന്നം ജയന്തി ആഘോഷങ്ങൾക്കായി ചെന്നിത്തല എത്തിയിരിക്കുകയാണ്. മന്നം സമാധിയിൽ അദ്ദേഹം പുഷ്പാർച്ചന നടത്തുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഈ പെരുന്നയിലെ NSS ആസ്ഥാനത്ത് അദ്ദേഹം എത്തി. ഇന്ന് മന്നം ജയന്തിയുമായി ബന്ധപ്പെട്ട ഉദ്ഘാടനം അല്പസമയത്തിനകം ഉണ്ടാകും. 11 വർഷത്തെ പിണക്കം മറന്നാണ് ചെന്നിത്തല വീണ്ടും NSS ആസ്ഥാനത്ത് എത്തുന്നത്. അവിടെ ഇന്നിപ്പോൾ ചെന്നിത്തല എന്തൊക്കെ കാര്യങ്ങളായിരിക്കും പറയുക എന്നത് രാഷ്ട്രീയ കേരളം ഉറ്റുനോക്കുന്നതാണ്. കാരണം BJPയിലെയും കോൺഗ്രസിലെയും ഒക്കെ നേതാക്കളെയും മന്ത്രിമാരെയും ഒക്കെ ഒഴിവാക്കിയാണ് NSS വീണ്ടും ചെന്നിത്തലയിലേക്ക് അടുക്കുന്നത്. അത്തരത്തിൽ വരുന്ന തെരഞ്ഞെടുപ്പുകളിലടക്കം ചെന്നിത്തലയ്ക്ക് വേണ്ടി ഒരുപക്ഷെ സമ്മർദ്ദ ശക്തിയാകാൻ NSSന് സാധിക്കും. അത്തരത്തിലാണ് കാര്യങ്ങളുടെ പോക്ക്. കാരണം ഈ NSSുമായി സതീശനുമൊക്കെയായുള്ള ഭിന്നതകളൊക്കെ തന്നെ ഉണ്ടായിരുന്നു. ആ ഘട്ടത്തിലാണ് വീണ്ടും NSSലേക്ക് ചെന്നിത്തല അടുക്കുന്നത്. അത്തരത്തിൽ രാഷ്ട്രീയപരമായും വളരെ ഏറെ പ്രാധാന്യമുള്ള ഒരു ദിവസമാണ് ഇന്ന്. ഈ സുകുമാരൻ നായരുമായി കൂടിക്കാഴ്ച നടത്തുക, അതോടൊപ്പം തന്നെ അത്തരത്തിൽ ഇന്ന് NSS എന്തൊക്കെ കാര്യങ്ങളായിരിക്കും പറയുക, ചെന്നിത്തല എന്തൊക്കെ കാര്യങ്ങളായിരിക്കും സംസാരിക്കുക, എല്ലാത്തിനും വലിയ പ്രാധാന്യമുണ്ട്. അത്തരത്തിൽ നിലവിൽ മന്നം ജയന്തി ആഘോഷങ്ങൾ ഉദ്ഘാടനം ചെയ്യുന്നതിനായി പെരുന്നയിലെ NSS ആസ്ഥാനത്താണ് ചെന്നിത്തല എത്തിയിരിക്കുന്നത്. അവിടെ പൊതുസമ്മേളനം അല്പസമയത്തിനകം ചെന്നിത്തല ഉദ്ഘാടനം ചെയ്യും. രമേശ് ചെന്നിത്തല പെരുന്നയിലെ NSS ആസ്ഥാനത്ത് നിലവിൽ എത്തിയിട്ടുണ്ട്. മന്നം സമാധിയിൽ അദ്ദേഹം പുഷ്പാർച്ചനയും നടത്തും. 11 വർഷത്തിന് ശേഷമാണ് ചെന്നിത്തല പെരുന്നയിൽ എത്തുന്നത്. താക്കോൽ സ്ഥാന വിവാദവുമായി ബന്ധപ്പെട്ടായിരുന്നു ചെന്നിത്തലയും NSSും ആകുന്നത്. ജോസി ബാബു വിവരങ്ങൾ പങ്കുവയ്ക്കാൻ ചേരുന്നുണ്ട്. ജോസി, 11 വർഷത്തെ പിണക്കം മറന്ന് NSS ആസ്ഥാനത്തേക്ക് വീണ്ടും ചെന്നിത്തല എത്തുകയാണ്. ഇന്നിപ്പോൾ വളരെ രാഷ്ട്രീയ പ്രാധാന്യമുണ്ട്. കാരണം തെരഞ്ഞെടുപ്പ് അടക്കം വരാനിരിക്കുന്ന ആ സാഹചര്യത്തിൽ അത്തരത്തിൽ ചെന്നിത്തലയ്ക്ക് വേണ്ടി ഒരു സമ്മർദ്ദ ശക്തിയാകാൻ NSS അത്തരത്തിൽ മാറും എന്ന സാഹചര്യമുണ്ട്. ഇന്നിപ്പോൾ ചെന്നിത്തല പറയുന്ന കാര്യങ്ങളും സുകുമാരൻ നായർ അടക്കമുള്ള NSS പറയുന്ന കാര്യങ്ങളും ഒക്കെ തന്നെ വളരെ പ്രാധാന്യമുണ്ട്. അത്തരത്തിലായിരിക്കുമല്ലോ രാഷ്ട്രീയ കേരളം ഇന്ന് ഈ ഒരു കൂടിക്കാഴ്ചയെ, ഈ ഒരു ചടങ്ങിനെ കാണുക. തീർച്ചയായും സ്നേഹ, 11 വർഷത്തെ പിണക്കം മാറി രമേശ് ചെന്നിത്തല NSS ആസ്ഥാനത്ത് എത്തിയിരിക്കുന്നു. NSS നേതൃത്വത്തിന്റെ ക്ഷണം സ്വീകരിച്ചാണ് മന്നം ജയന്തിയുടെ ഉദ്ഘാടകനായി രമേശ് ചെന്നിത്തല എത്തിയിരിക്കുന്നത്. അതോടൊപ്പം തന്നെ കേവലം ഒരു സന്ദർശനം എന്നതിലുപരി ഒട്ടേറെ രാഷ്ട്രീയ മാനങ്ങളും രമേശ് ചെന്നിത്തലയുടെ സന്ദർശനത്തിലുണ്ട്. കാരണം രമേശ് ചെന്നിത്തലയെ വീണ്ടും NSS ചേർത്ത് പിടിക്കുകയാണ്. നേരത്തെ തന്നെ സൂചിപ്പിച്ചതുപോലെ സംസ്ഥാന രാഷ്ട്രീയത്തിൽ NSS രമേശ് ചെന്നിത്തലയെ മുൻനിർത്തിയുള്ള സമ്മർദ്ദ ശക്തിയാകാൻ വീണ്ടും ശ്രമം ആരംഭിച്ചിരിക്കുന്നു എന്ന് വേണമെങ്കിൽ നമുക്ക് ഇതിനെ കുട്ടി വായിക്കാം. എന്തായാലും കഴിഞ്ഞ ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയായിരുന്ന UDF സർക്കാരിന്റെ കാലത്ത് താക്കോൽ സ്ഥാനത്തേക്ക് ഈ മുന്നോക്ക വിഭാഗത്തിൽപ്പെട്ട ആൾ വേണമെന്ന ജനറൽ സെക്രട്ടറി സുകുമാരൻ നായരുടെ പ്രസ്താവനയാണ് ഇരുവരും തമ്മിൽ അകലാൻ കാരണം. അന്ന് കോൺഗ്രസും അതോടൊപ്പം തന്നെ രമേശ് ചെന്നിത്തലയും ഈ സുകുമാരൻ നായരുടെ ആവശ്യം തള്ളിയിരുന്നു. ഇതിനുശേഷമാണ് ഇപ്പോൾ 11 വർഷങ്ങൾക്ക് ശേഷം മന്നം ജയന്തി ആഘോഷങ്ങളുടെ ചടങ്ങിലേക്ക് NSS നേതൃത്വം രമേശ് ചെന്നിത്തലയെ ക്ഷണിച്ചിരിക്കുന്നത്. രമേശ് ചെന്നിത്തല അല്പം മുമ്പ് പെരുന്നയിലെ NSS ആസ്ഥാനത്തെത്തിയ അല്പസമയത്തിനകം മന്നം സമാധിയിൽ പുഷ്പാർച്ചന നടത്തും. ഇപ്പോൾ NSS ജനറൽ സെക്രട്ടറി സുകുമാരൻ നായരുമായി
NSS ആസ്ഥാനത്ത് കൂടിക്കാഴ്ച നടത്തുകയാണ്. അല്പസമയത്തിനകം പുറത്തിറങ്ങി അദ്ദേഹം അന്ന സമാധിയിൽ പുഷ്പാർച്ചന നടത്തിയ ശേഷം പൊതുസമ്മേളന വേദിയിലേക്ക് പോകും. നേരത്തെ സുകുമാരൻ നായരോടും ഇന്നത്തെ രമേശ് ചെന്നിത്തലയുടെ സന്ദർശനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പ്രതികരണം നടത്തിയപ്പോൾ വേദിയിൽ ഇത് സംബന്ധിച്ചുള്ള കാര്യങ്ങൾക്കൊക്കെ മറുപടി പറയാമെന്നായിരുന്നു പറഞ്ഞത്. സമാനമായ പ്രതികരണമാണ് രമേശ് ചെന്നിത്തലയും പുറത്തിറങ്ങിയപ്പോൾ നടത്തിയത്. ഇപ്പോൾ അദ്ദേഹം NSS ആസ്ഥാനത്തെത്തിയപ്പോൾ നമ്മൾ പ്രതികരണം തേടിയിരുന്നു. അപ്പോഴും അദ്ദേഹം പറയുന്നതും താൻ വേദിയിൽ പറയേണ്ട കാര്യങ്ങളൊക്കെ പറയാം, എന്തെങ്കിലും രാഷ്ട്രീയം പറയണമെങ്കിൽ അപ്പോൾ പറയാം, ഇപ്പോൾ മറ്റൊന്നും പ്രതികരിക്കാനില്ല എന്നാണ് രമേശ് ചെന്നിത്തലയും പറഞ്ഞത്. എന്തായാലും സംസ്ഥാന രാഷ്ട്രീയത്തിൽ വീണ്ടും സജീവമാകാൻ ഒരുങ്ങുകയാണ് രമേശ് ചെന്നിത്തല. ഒരു ഇടവേളയിൽ പിന്നോട്ട് പോയി എന്ന് മനസ്സിലാക്കിയിരുന്ന രമേശ് ചെന്നിത്തല വീണ്ടും സമുദായ വേദികളിൽ സജീവമാകുകയാണ്. പ്രത്യേകിച്ച് NSSന്റെ വേദിയിൽ കൂടാതെ വൈക്കത്ത് SNDPയുടെ വേദിയിലും SNDPയുടെ ശിവഗിരി തീർത്ഥാടന വേദിയിലും രമേശ് ചെന്നിത്തല എത്തിയിരുന്നു. അതോടൊപ്പം തന്നെ ലീഗിന്റെ സംസ്ഥയുടെ സംഘടനയുടെ പരിപാടിയിലും കോഴിക്കോടും പങ്കെടുത്തിരിക്കുന്നു. വേദിയിലേക്ക് ക്ഷണം ലഭിച്ചിരിക്കുന്നു. അങ്ങനെ സമുദായ സംഘടനകളുമായി വീണ്ടും സജീവമായി അടുക്കുകയാണ് രമേശ് ചെന്നിത്തല. പ്രത്യേകിച്ച് കോൺഗ്രസിന്റെ പുനഃസംഘടനയൊക്കെ നടക്കുന്ന ഒരു വേളയിലാണ് ഇത്തരത്തിൽ വീണ്ടും സമുദായ സംഘടനകളുമായി രമേശ് ചെന്നിത്തല അടുക്കുന്നത്. കൂടാതെ NSS നേതൃത്വം VD സതീശനുമായി വലിയ അകലത്തെയാണ് എന്നുള്ളത് പരസ്യമാണ്. അക്കാര്യം കൂട്ടി വായിച്ചുകൊണ്ട് വേണം രമേശ് ചെന്നിത്തലയുടെ ഈ സന്ദർശനത്തെ കാണാൻ. എന്തായാലും അല്പസമയത്തിനകം കൂടിക്കാഴ്ചയ്ക്ക് ശേഷം രമേശ് ചെന്നിത്തല പുറത്തിറങ്ങും.